100% വിജയപ്രതീക്ഷയോടെയാണ് ദേവികുളം മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങുന്നതെന്ന മുൻ MLA S രാജേന്ദ്രൻ. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം താൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായിട്ടാണ് ദേവികുളത്ത് NDAയുടെ സ്ഥാനാർത്ഥിയാകേണ്ടി വന്നത്. മണ്ഡലത്തിൽ യുവജനങ്ങളുടെ അടക്കം പിന്തുണ തനിക്ക് ലഭിക്കും. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ ജീവിതം മെച്ചപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും S രാജേന്ദ്രൻ വ്യക്തമാക്കി. സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചില്ലായിരുന്നു, പ്രതീക്ഷിച്ചതുമല്ല. അങ്ങനെ അപ്രസക്തമായി പെട്ടെന്ന് സ്ഥാനാർത്ഥിയാകേണ്ടി വന്നു എന്നുള്ളതാണ് ശരി. ഇതിനെ സംബന്ധിച്ച് ചർച്ചകൾ ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴെല്ലാം ഞാൻ നിഷേധിക്കുകയുണ്ടായി. ഒപ്പം തന്നെ സൗഹൃദങ്ങളും സുഹൃത്തുക്കളും രാഷ്ട്രീയത്തിന് അതീതമായുള്ള ബന്ധങ്ങളും രാഷ്ട്രീയ ബന്ധങ്ങളും എല്ലാം ഇവിടെ നമ്മുടെ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ചില ആശയങ്ങൾ പങ്കുവെക്കുകയും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ BJPയിലേക്ക് വെറുതെ ഇരിക്കേണ്ട അനുഭവങ്ങളെല്ലാം നമുക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പ്രവർത്തനത്തിൽ ഉപയോഗപ്പെടുത്താം എന്ന് ഞങ്ങൾ കരുതിയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ BJPയിലേക്ക് ചേർന്നത് വീണ്ടും. എന്നാൽ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചതുമല്ല, പ്രതീക്ഷിച്ചതുമല്ല. ഇത് നമ്മളൊരു പാർട്ടിയിൽ പ്രവേശിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് അവരുടേതായുള്ള രാഷ്ട്രീയ സ്വാധീനം ഉറപ്പിക്കുവാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയും തയ്യാറെടുക്കും, ശ്രമിക്കും, നിലപാട് സ്വീകരിക്കും. അപ്പോൾ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി ചേരുമ്പോൾ അവസാനം നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ശക്തിയായി ഉറപ്പായി പറയാം, എന്നാൽ വിധേയമായി പോകേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യത ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ഒട്ടനവധി അവസരങ്ങൾ ഇവിടെ ഉണ്ട്.